മോന്റെ സ്കൂളിൽ നിന്നാണല്ലോ. അയ്യടാ. ഹലോ, ആ ജീവന്റെ അമ്മയാണ്. അയ്യോ, അമ്മയുടെ ജീവൻ അവനൊന്നും ചെയ്യരുത്. ശരി 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 മാഡം. രമേശ് ചേട്ടാ, രമേശ് ചേട്ടാ ഒന്നിങ്ങ് വന്നേ. നിങ്ങളിത് എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവിടെ പറമ്പിൽ വാഴ വെക്കാൻ പോയി. നിങ്ങളുടെ മോന്റെ സ്കൂളിൽ നിന്ന് വിളിച്ച്. അവന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ ഈ വാഴ വെക്കാൻ പോണത്. സത്യം പറയാനുള്ളൂ കാര്യം പറയാം. എന്ത് പറ്റിയ ഇന്ന് പ്രശ്നം എന്തൊക്കെയാ? അവന്റെ ബാഗിൽ നിന്ന് കള്ളുപ്പി കിട്ടിയെന്ന്. അവന്റെ ബാഗിൽ നിന്നാ? എന്റെ മോന്റെ ബാഗിൽ നിന്നാ? എന്റെ പൊന്നോ, ഇനി ഞാൻ നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? ഞാൻ പുരാവസ്തു കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഇനി ഞാൻ എന്ത് സമാധാനം പറയും ഞങ്ങളോട്? ആരാധോട്? അവൻ ഇങ്ങോട്ട് പറ്റേ അവന്റെ കാലം തല്ലുപിടിക്കും. അതെ, അവന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. പിന്നെ അവൻ ബാഗ് മാറി എടുത്തോണ്ട് പോയതാ. ആര് ബാഗ്? നിങ്ങളുടെ ബാഗ്. അതിലെവിടുന്നാ കുപ്പി? അല്ല, ഞാൻ നാളെ ഈ പുരാവസ്തുവിന്റെ ഇതുണ്ടല്ലോ, അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു വില കൂടിയ പഴയ കാലത്തൊരു മദ്യം കൊണ്ടെന്ന് വെച്ചാ. സാധനം എങ്ങനെ ഉണ്ടായിരുന്നു? ചാത്തനാ? അല്ല, ചാത്തൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അയാളുടെ മേടിച്ചാ. ഉരുണ്ട് കളിക്കല്ലേ. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, അപ്പുറത്തെ സുരേഷിന്റെ ഭാര്യ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവൻ നന്മയുള്ളവനെ അവൻ നന്മയെ സംഭവിക്കൂ. നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. നോക്കിക്കോ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സുപ്രഭാതം എന്നും എനിക്ക് സുപ്രഭാതമായിരിക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സഞ്ചരിക്കണ്ട. പിന്നെ അപ്പുറത്തെ ആ ശ്രീജിത്തിനെ കണ്ടുപടി. എന്നും ജോലിക്ക് പോകുമ്പോ അവൻ അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്തിട്ടാ പോണേ. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ചെയ്തിട്ടുണ്ടോ? എനിക്ക് എത്ര വിഷമല്ലേ. ഞാൻ ഇനി മുതല് അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ശ്രീജിത്തിന് ഇഷ്ടപ്പെടൂ? എങ്ങനെ? ശ്രീജിത്തിനെ കൊടുക്കണത് എന്താടി? ഒരു പുരാവസ്തു സൂക്ഷിപ്പുകാരന്റെ മുഖത്തേക്ക് ഭേദോ? മനുഷ്യൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് പാടത്തെ പണി, വീട്ടിലെ പണി, അടുക്കളപ്പണി. എന്റെ ദൈവമേ, ഇവളെന്നെ. അയ്യോ, രമേശിന്റെ വീട് തന്നെയല്ലേ? രമേശ, രമേശ, എന്തൊരു ഉറക്കോടാ ഇത്? രമേശൻ തന്നെയല്ലേ ഇത്? ആണല്ല. ആഹാ, രമേശ, നിന്റെ പഴയ സ്വഭാവം ഇതുവരെ മാറിയില്ല. സ്കൂളിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉറങ്ങും. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നീ ടോണി, നിന്റെ കളിക്കൂട്ടുകാരൻ 7ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ച ടോണി. ടോണി നമ്മളിങ്ങനെ തൃശ്ശൂർ പൂരത്തിൽ കണ്ടല്ലേ? തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയില്ലല്ലോ. ഞാനും പോയില്ല. വേറെ ഏതെങ്കിലും 2 പേരെ കണ്ടായിരിക്കും. നമ്മളെല്ലായിരിക്കും. നീ അതേ പിടിച്ച് കയറണ്ട. എടാ, ഞാൻ അമേരിക്കയിലായിരുന്നടാ. അമേരിക്കയിലായിരുന്നു. ഞാൻ അവധിക്ക് വന്നല്ലേ. ഈ ഫേസ്ബുക്കിൽ സ്റ്റാർ അല്ലേ? ആണ്. ഈ പുരാവസ്തുവിന്റെ സംഭവം ഞാനാണല്ലോ. അല്ല, ഈ പുരാവസ്തു പ്രദർശനം, വിൽപ്പന, ഇതൊക്കെ കണ്ടിട്ട് കൊതിമൂത്ത് ഞാൻ ഇവിടെ വീട് പണിയുന്നുണ്ട്. നിന്റെ പുരാവസ്തു 5-6 ഞാൻ മേടിക്കാൻ പോവാ. നിനക്ക് ഞാൻ തന്നിരിക്കും. നാളെ അതിന്റെ പ്രദർശനമാണ്. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടും. ഞങ്ങളുടെ ബാധ്യതക്കപ്പം തീരും. സന്തോഷം. നല്ലതാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടം മനസ്സിനനുസരിച്ചുള്ള പൈസ ഞാൻ തരും. പോരെ? താങ്ക് യു. താങ്ക് യു. അതെ. ഇതേതാ ഈ പുരാവസ്തു? എന്റെ ഭാര്യയാണ്. ഭാര്യയാണ്? ആഹാ. ഹായ്. ഹായ്. പേരെന്താ? അഞ്ജന. കഞ്ചനാണ്? അഞ്ജന. അഞ്ജന. മുഖം കണ്ടാ ചെറിയ വഞ്ചനയുണ്ടെന്ന് തോന്നുന്നു. പുരാവസ്തു ഞങ്ങൾ കളിക്കൂട്ടുകാരാണേ. അതുകൊണ്ട് ഒരു തമാശ വർക്കൗട്ട് ആക്കി. മനസ്സിലായി. അവിടെ തമാശ. അതെ. എടങ്ങി വന്നേ. ഇത്ര സുന്ദരിയായ പെണ്ണെന്നെയാണ് നിനക്ക് കിട്ടിയത്. എങ്ങനെ ഒപ്പിച്ചത്? ഞാൻ പറയട്ടെ, രാത്രി 12 മണിക്ക് ഞാൻ ബസ്സിലൂത്തി മതിലടി എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. പിന്നെ പക്ഷെ അതിന്റെ അകത്ത് നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ലടാ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു. മുഖത്തുണ്ട്. നിനക്ക് കാണണ്ടേ പുരാവസ്തുക്കള്? ധൈര്യമായിട്ടും എടുത്തു വെച്ചോ. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ക്രെഡി ക്യാഷ് ആണ്. എടുത്തോ മോളെ. എടുക്കട്ടെ. നീ ഞെട്ടൂന്ന് പുരാവസ്തു. ഇങ്ങോട്ട് നോക്കിയേ. ഇതെന്റെ മുത്തശ്ശന്റെ നാണയിട്ട് വെക്കുന്ന കുടുക്കയാ. അതായത് ഇവളുടെ മുത്തച്ഛൻ നേരെ റോഡിലേക്ക് ഇറങ്ങും. അപ്പൊ ആരെങ്കിലും പൈസ ഇട്ട് കൊടുക്കും. പുരാവസ്തുവാണത്. അല്ലേടി? എന്തായാലും കുടുക്ക കിടുക്കി. ഇതൊരു പുതുമയില്ലാത്ത സംഭവം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത ഐറ്റം ഞാൻ കാണിക്കാം. കിടുക്കനായിട്ട് ഇവളുടെ ഇതിനകത്ത് എന്താന്ന് പറയാമോ? എന്താ പറ. മുത്തശ്ശന്റെ പേന. മുത്തശ്ശൻ ഭയങ്കര എഴുത്തുകാരനാണോ? എനിക്ക് കാണട്ടെ. എഴുത്തുകാരനല്ല, മുത്തച്ഛൻ തലേന്ന് ഇരിയ പേന. ഒരു 50 ഉണ്ടായിരുന്നു. 10 എഴിഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ച. ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. ഇത്ര നിലവാരം ഇല്ലാത്ത സാധനമൊക്കെയാണ് നിങ്ങൾ പ്രദർശനത്തിന് വരുന്നത്. ഇതൊന്നും നമുക്ക് വർക്കൗട്ട് ആകത്തില്ല. വേറെ എന്താ? മുത്തശ്ശന്റെ തള.
ഉയ്യോ അത് കൊള്ളാം. കാലിലിടുന്ന തള. കാലിലിടുന്ന തള. ഈ തള കാണുമ്പോ അറിയാം മുത്തച്ഛൻ നല്ല പ്രൗഢിയുള്ള സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. പ്രൗഢി ഒന്നുമില്ലടാ, ഇത് മുത്തച്ഛന്റെ കാലം കിടക്കൂലേ, ഇവിടെ ചങ്ങല കണക്ട് ചെയ്ത് കട്ടിലിന്റെ മുകളിൽ കെട്ടി. അപ്പൊ അങ്ങനെയുള്ള നല്ല ചങ്ങലയാണ് തള. എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ ഒരു തളം കെട്ടാവോ? അപ്പൊ ഈ രണ്ട് തളയും കാലിലിടാം. അതാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്നെ ഇന്ന് പൊട്ടം കളിപ്പിക്കാണ് നിങ്ങൾ. കിടുക്കാച്ചി സ്ഥാനം ഞെട്ടിപ്പോവും ഇവിടെ ഉള്ള. കിടുക്കാച്ചിയാണ് വേണ്ടത് നിനക്ക് വേണ്ടത്. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരം? ടിപ്പുവിന്റെ കോട്ട. നീ കിടുങ്ങും. നീ ടിപ്പുവിന്റെ കോട്ട. ഞാൻ ടിപ്പുവിന്റെ കഥകൾ വായിച്ച് ഞെട്ടിയിരിക്കുവാണ്. അങ്ങനത്തെ സാധനം വേണ്ടത്. എടുക്ക് സാധനം എടു. ഇതെന്താ ടിപ്പുവിന്റെ കോട്ട വേണ്ടത്? കട്ടയായിരിക്കും. അല്ല, തുറന്നു നോക്ക്. തുറന്നു നോക്കാം. ഇതെന്താണത്? ഇത് ടിപ്പുവിന് മാസം മാസം ബ്രിട്ടീഷുകാർ കൊടുക്കുന്നു കോട്ട. അതാണ് പട്ടാളക്കാര് കൊടുക്കുവായിരുന്നു, പട്ടാളക്കാര്. ഇത് ഞാൻ എടുത്തു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് നീ എന്റെ വീട്ടിലൊന്ന് ഞെട്ടു. നീ പറ. ടിപ്പിന്റെ ടിപ്പിന്റെ വാളെന്ന്. വാളോ? എന്റെ പൊന്നെ അഞ്ചനാഥം കെടുക്ക്. വാളെന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതും കെടുക്ക്. ഇത് കോളാമ്പി അല്ലേ? ഇത് കോളാമ്പി. ഇതിന്റെ അകത്തോട്ട് നോക്ക്. ഇതാണ് ടിപ്പുവിന്റെ വാള്. ആ കോട്ടയടിച്ചിട്ട് എന്നും ടിപ്പു ഇതിലാണ് വാള് വയ്ക്കുന്നത്. സൂപ്പർ അല്ലേ? സൂപ്പറാ. പിന്നെ വട്ടുണ്ടോ എനിക്ക്? ഞാൻ ഒരു കാര്യം പറ്റേ, പണ്ട് ഒരു ഡയലോഗ് ഉണ്ട് ചന്തുല്ലേ, വടക്ക് പിന്നല്ലേ, ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. അത് ഉഗ്രന്താണ്. ആ ചുരിക എവിടെ? എന്റെ കയ്യിലുണ്ട്. ആ സിനിമയിലെ ചുരികയാണ്. ചന്തുവിന്റെ പഴയ ചന്തു അന്ന് ഉപയോഗിച്ച അന്ന് ഉപയോഗിച്ചതാ. ഇത് മുറിഞ്ഞു പോയല്ലോടെ. അത് യുദ്ധത്തില് മുറിഞ്ഞു പോയതാ. ഇതില് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രാൻസിസ് കത്തികൾ മാന്നാനം. അതുണ്ടാക്കിയ കൊല്ലന്റെ സ്ഥാപനത്തിന്റെ അഡ്രസ്സാണത്. ഫ്രാൻസിസാ? അതെ അതെ. ഇതൊക്കെ മൊത്തത്തിൽ ഒരു വിശ്വസ്യ യോഗ്യമല്ല. ഇതും വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. നീ ഒരു ഡയലോഗ് കുറച്ചാ. ഏതാ? നീ പറ വടക്കമ്പീര കഥയിലെ ഡയലോഗ്. നീ പണ്ട് ഞാൻ സ്കൂളിൽ പറയട്ടെ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ പലയിടത്തും പല വട്ടം. പലവട്ടത്തിൽ ഒരു വട്ടമാണ്. നീ കണ്ടു പഠിക്കണത്. നീ കണ്ടു പഠിക്കുന്നേ കണ്ടാ. ഇതാണ് പുരാവസ്ഥ എന്ന് പറഞ്ഞ അല്ലെ. കണ്ണി കണ്ട സ്ഥലത്ത് കാണണല്ലത്. ഇത് വട്ടമാണെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണെന്നും എനിക്ക് മനസ്സിലായി. എടാ നാണം കെട്ടവനെ, നീ ഫേസ്ബുക്കിൽ ഇരുന്ന് മൊത്തം ചീറ്റിംഗ് അല്ലടാ. നീ ഈ വീട്ടിൽ വന്ന് എന്നെ പരിഹസിക്കുവല്ലടാ ചെയ്തുകൊണ്ടിരുന്നേ. പിന്നെ ഞാൻ എവിടെ എന്താ പറ്റി? തകർത്ത് കളഞ്ഞവൻ. അവിടെ എന്റെ കുടുംബത്തിൽ കയറുണ്ട്. അയ്യോ, ഇരുന്നോ. പണ്ടേനെ BP ഉള്ളത് ഇവരുടെ കേറ്റിന്റെ BP. നാളെ 8:45 റിട്ടേൺ ഫ്ലൈറ്റ്. അത് ക്യാൻസൽ.